ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपथकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सगणललिता शिविशाखान्वितंश्च ये कृष्णा करुणा सिन्धु दीनबन्धो जगत्पदे गोपेश गोपिका कान्त राधा कान्त नमोस्तुते तप्त काञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश तारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्त वृंदा हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। ഹരേ കൃഷ്ണ ഹരി ഓം തത്സത്. നമ്മളിന്ന് വായിക്കുന്നത് ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് അധ്യായം 4 22ാമത്തെ ശ്ലോകം മുതൽക്കാണ്. യദൃച്ഛാലാഭസന്തുഷ്ടോ ദ്വന്ദ്വാതീതോ വിമത്സരാം സമാസിദ്ധൗ അസിദ്ധൗ ച കൃത്വാപി ന നിബധ്യതേ. യദൃച്ഛാലാഭസന്തുഷ്ടോ ദ്വന്ദ്വാതീതോ വിമത്സരാം സമാസിദ്ധൗ അസിദ്ധൗ ച कृत्वापि न निबध्यते. ओके, जोबी माता जी. हरे कृष्ण प्रभु। हरे कृष्ण. यतर्च्छालाभसन्तुष्टो द्वन्द्वातीतो विमत्सर समासिद्धो विसद्वासिद्धौ च हृदापि न निबध्यते. श्रीदेवी माता जी. വിവർത്തനാണോ പ്രഭുജി? അല്ല, ശ്ലോകം വായിച്ചു. ഹരേ കൃഷ്ണ. യദൃശ്ചലാഭസന്തുഷ്ടോ ദ്വന്ദ്വാതീതോ വിമത്സരഃ സമസിദ്ധാവസിദ്ധൗ ച കൃത്വാപി ന നിബധ്യതേ. ഹരേ കൃഷ്ണ. സിനി മാതാ ജി. यद्यच्छालाभसन्तुष्टो द्वन्द्वातीतो विमत्सरा समसिद्धावसिद्धौ च कृत्वापि न निबध्यते. सावित्री माता जी. हरे कृष्ण. यदृच्छालाभसन्तुष्टो द्वन्द्वातीतो विमत्सरा समसिद्धावसिद्धौ च कृत्वापि न निबध्यते. हरे कृष्ण. हरे कृष्ण. राधिका माता जी വായിക്കാൻ പറ്റുമോ? हरे कृष्ण. यदृच्छालाभसन्तुष्टो द्वन्द्वातीतो विमत्सरः समसिद्धावसिद्धौ च कृत्वापि न निबध्यते. हरे कृष्ण. हरे कृष्ण. प्रिया माता जी. यदृच्छालाभसन्तुष्टो द्वन्द्वातीतो विमत्सरा समसिद्धावसिद्धौ कृत्वापि न निबध्यते. शैलजा माता जी. हरे कृष्ण. यदृच्छालाभसन्तुष्टो द्वन्द्वातीतो विमत्सरः समसिद्धावसिद्धौ च कृत्वापि न निबध्यते. हरि बोल. ആൻഡ് പിന്നെ ആരുള്ളത്? രജനി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഇത് ഏതാ ശ്ലോകം പ്രഭു? ഞാനിപ്പോ കേറിയുള്ളൂ. കുഴപ്പമില്ല. അത് 4:22. 1 സെക്കൻഡ് പ്രഭു. 4:22 അല്ലേ? ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യദൃശ്ചാലാഭസന്തുഷ്ടോ ദ്വന്ദ്വാതീതോ വിമത്സരഃ സമസിദ്ധാവസിദ്ധൗ ച കൃത്വാപി ന നിബധ്യതേ. ഹരേ കൃഷ്ണ പ്രഭു. പ്രിയ മാതാജി, എന്റെ ട്രാൻസ്ലേഷൻ വായിക്കും മലയാളത്തില്.
താനെ വന്നു ചേരുന്ന നേട്ടങ്ങളാൽ സംതൃപ്തനും ദ്വന്ദ്വമുക്തനും നിർമ്മത്സരനും ജയാപജയങ്ങളെ സമഭാവനയോടെ കൈക്കൊള്ളുന്നവനുമായ ഒരാൾ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാലും അവയാൽ ബദ്ധനല്ല. ഹരേ കൃഷ്ണ. Very good. He who is satisfied with gain, which comes of his own accord, who is free from duality and does not envy, who is steady in both success and failure, is never entangled although performing actions. ഭഗവാൻ ആക്ഷൻ, കർമ്മം, അകർമ്മം, വികർമ്മം ഇതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചു. അപ്പോൾ ഏത് കർമ്മം ചെയ്താലാണ് നമ്മൾ ഇവിടെ ബന്ധിക്കപ്പെടില്ല, അതിനെപ്പറ്റിയാണ് ഭഗവാൻ പറയുന്നത്. നമ്മൾ സാധാരണ ഭൗതിക ജീവിതത്തിൽ നമുക്ക് പണമില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. എല്ലാവർക്കും അർത്ഥം വേണം അല്ലെ? ധർമ്മ, അർത്ഥ, കാമ, മോക്ഷ. നമ്മൾ ധർമ്മം ചെയ്യുന്ന റിലിജിയൻ പ്രാക്ടീസ് ചെയ്യുന്ന മിക്ക ആൾക്കാരും എന്തിനാണ്? അർത്ഥത്തിന് വേണ്ടിയാണ്. എന്താണ് അർത്ഥം? പണമില്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പണമില്ലാണ്ട് ജീവിക്കാൻ പറ്റും? ഇല്ല. അപ്പോൾ ധർമ്മം മിക്ക ആൾക്കാരും 99.99% ആൾക്കാരും റിലിജിയൻ ഫോളോ ചെയ്യുന്നത് ധർമ്മം, അർത്ഥത്തിന് വേണ്ടി. അർത്ഥം പറഞ്ഞാൽ പണം, എക്കണോമിക് ഡെവലപ്മെന്റ്. പക്ഷെ അത് കിട്ടിയാൽ പിന്നെ എന്താണ് അടുത്തത്? കാമം. നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഓക്കെ, നമുക്കൊരു നല്ലൊരു ഫാമിലി വേണം, നല്ല വീട് വേണം, നല്ല ജോലി വേണം, നല്ല കംഫർട്ടബിൾ സിറ്റുവേഷൻസ് വേണം. ഇതെല്ലാം പണം ഉണ്ടെങ്കിൽ നടക്കുള്ളൂ, പണം ഇല്ലെങ്കിൽ നടക്കില്ല. അപ്പൊ പണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കാമം, ഒരുപാട് ഭൗതിക തലത്തിലുള്ള ആഗ്രഹം. അതിൽ നമുക്ക് സംതൃപ്തി അടയാതെ വരുമ്പോൾ, സംതൃപ്തി കിട്ടാതെ വരുമ്പോഴാണ് നമ്മൾ എന്താവുന്നത്? നമ്മള് മോക്ഷത്തിലേക്ക് ട്രൈ ചെയ്യുന്നു, മോക്ഷത്തിന് വേണ്ടി ട്രൈ ചെയ്യുന്നു. സാധാരണ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് എന്തെങ്കിലും ഒരു ലിമിറ്റേഷൻ വയ്ക്കാൻ പറ്റുമോ? ഓക്കെ, ഞാനൊരു 10 ലക്ഷം സമ്പാദിച്ചു, അതിന് ശേഷം എനിക്ക് ഒരു രൂപ വേണ്ട. അങ്ങനെ ഉള്ള ആൾക്കാർ വളരെ വളരെ ദുർലഭമായിരിക്കും. ഒരു ടാർഗറ്റ് വയ്ക്കുക, അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വേണ്ട. 10 കിട്ടിയാൽ 100 വേണം, 100 കിട്ടിയാൽ 1000 വേണം, 1000 കിട്ടിയാൽ 10,000, പിന്നെ ലക്ഷം, പിന്നെ കോടി, അങ്ങനെ പോകും. അപ്പോൾ ആഗ്രഹങ്ങൾക്ക് അറുതി വരില്ല, ഒരു ലിമിറ്റേഷനും വയ്ക്കാൻ പറ്റില്ല. ഓക്കെ, ഒരു കാർ മേടിച്ചു, ഒരു ടൊയോട്ട കാർ മേടിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് വേറെ അടുത്തുള്ള ആള് വേറെ നല്ലൊരു കാര്യം, വലിയൊരു കാർ മേടിച്ചു. അപ്പോൾ അത് അങ്ങനത്തെ ഒരു കാർ മേടിക്കണം. നല്ലൊരു വീട് വെച്ച് കണ്ടു അടുത്ത വീട്ടിൽ, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്, അല്ലെങ്കിൽ ഒരു റിലേറ്റീവ്, അതുപോലെ ഒരു വീട് ഉണ്ടാക്കണം. അപ്പോൾ ആഗ്രഹങ്ങള് ഇത് വന്നുകൊണ്ടേയിരിക്കും. ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മൾ ടിഷ്യൂ ബോക്സ് ഒക്കെ കണ്ടിട്ടായിരിക്കും. ഒരു ടിഷ്യൂ എടുത്താൽ അടുത്ത ടിഷ്യൂ പോപ്പപ്പ് ആവും, ഇല്ലേ? അതെടുത്താൽ അടുത്ത വേറെ ടിഷ്യൂ പോപ്പ് ആവും. അതേപോലെ നമ്മുടെ ആഗ്രഹങ്ങൾ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും, നെവർ എൻഡിങ് ആണ്. പക്ഷെ നമ്മുടെ ആഗ്രഹങ്ങളെ സംതൃപ്തി ഒരിക്കലും ഭൗതിക തലത്തില് സംതൃപ്തി വരില്ല. കാരണം ആ സംതൃപ്തി എങ്ങനെ അറിയും? നമ്മള് ആളിക്കത്തുന്ന തീയില് എണ്ണ ഒഴിക്കുന്ന പോലെയാണ്. അത് വീണ്ടും കൂടുതൽ 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 ആളിക്കത്തുള്ളൂ. അതേപോലെ നമ്മുടെ ആഗ്രഹങ്ങൾ അത് കൂടി വരുള്ളൂ. ഒന്ന് സാധിച്ചു, ഓക്കെ, അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത ഒരാഗ്രഹം, അത് സാധിക്കാൻ നമ്മൾ ട്രൈ ചെയ്തു, അത് സാധിച്ചാൽ പിന്നെ മൂന്നാമത്തെ. അപ്പോൾ അത് കിട്ടാതെ വരുമ്പോൾ, നമ്മളുടെ ആഗ്രഹങ്ങൾ സാധിക്കാതെ വരുമ്പോൾ ഫ്രസ്ട്രേഷൻ വരും. ഒരുപാട് പ്രയത്നിക്കും അതിന് വേണ്ടിയിട്ട്. അതേപോലെ പണത്തിന് വേണ്ടി ഇവിടെ എന്താ പറയുന്നത്? He who is satisfied with gain which comes on its own accord. നമ്മൾ ധനം ആർജിച്ചെടുക്കാൻ, ധനം ശേഖരിക്കാൻ നമ്മൾ പ്രയത്നിക്കുന്നു. ഓക്കെ, പ്രയത്നിക്കണം തീർച്ചയായിട്ടും. നമ്മൾ ജോലി ചെയ്യണം, പണം നമ്മൾ മാനേജ് ചെയ്യണം, അതെല്ലാം കാര്യം ചെയ്യണം. പക്ഷെ ഓവർ എൻഡെവർ, പ്രയാസം. നെക്ടർ ഓഫ് ഇൻസെക്ഷനിൽ ഒരു ശ്ലോകമുണ്ട്, നിങ്ങൾക്ക് മിക്കവാറും അറിവായിരിക്കും. അത്യാഹാര പ്രയാസശ്ച പ്രജൽപോ നിയമാഗ്രഹ ജനസംഘശ്ച ലൗല്യം ച ഷദ്ബിർ ഭക്തിർ വിനശ്യതി. അതായത് ഈ 6 ഐറ്റംസ് ആണ് നമ്മളുടെ ഭക്തിയെ നശിപ്പിക്കുന്നത്. എന്താണ് അത്യാഹാരം? എന്താണ് അത്യാഹാരം? കൂടുതൽ ഭക്ഷിക്കുക. അത് മാത്രമല്ല, കൂടുതൽ എന്തും നമ്മൾ കൂടുതൽ, നമുക്ക് ആവശ്യത്തിനേക്കാളും കൂടുതൽ ശേഖരിക്കാനുള്ള ഒരു ടെൻഡൻസി, ഒരു പ്രവണത ഉണ്ടെങ്കിൽ അത് അത്യാഹാരമാണ്. ഇപ്പോൾ 10 സാരി ഉണ്ട് ഒരു മാതാജിക്ക്, അതുകൊണ്ട് തൃപ്തിപ്പെടാം. പക്ഷേ 10 കിട്ടിയാൽ 20 എണ്ണം വേണം, 20 എണ്ണം കിട്ടിയാൽ പിന്നെ 30 എണ്ണം വേണം. ഒരു ഉദാഹരണം പറയാം. അപ്പോ അത് അത്യാഹാരമല്ലേ? സാക്ഷി പ്രഭു പറയും, നമ്മുടെ വീട്ടിലെ എന്തെങ്കിലും സാധനം 6 മാസത്തിൽ കൂടുതൽ ഉപയോഗിക്കാത്തത് വല്ലതുണ്ടെങ്കിൽ അത് അനാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണെന്ന്.
പറയുക. അത് നമുക്ക് ആവശ്യമില്ല, പക്ഷെ നമ്മൾ ശേഖരിച്ച് വെക്കാനുള്ള ഒരു അത്യാഹാരം. പണം മാത്രമല്ല, എല്ലാം ഭക്ഷണം, വസ്ത്രം, ബാക്കി എല്ലാ സാധനങ്ങളും നമ്മൾ കൂടുതൽ കൂടുതൽ ഹോർഡ് ചെയ്ത് വെക്കുകയാണ്, ശേഖരിച്ച് വെക്കുകയാണ്. നമ്മൾ ആസ്വദിക്കുന്നുമില്ല, മറ്റുള്ളവർക്ക് ആസ്വദിക്കാൻ കൊടുക്കുന്നുമില്ല. അങ്ങനെ ഹോർഡ് ചെയ്ത് വെക്കുന്ന ഒരു സമ്പ്രദായം എല്ലാവർക്കും ഉണ്ട്. ഇത് ഭൗതിക ലോകത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കുമുള്ള ഒരു സാധാരണ കാണുന്ന ഒരു പ്രവണതയാണ്. അപ്പോൾ അത്യാഹാരം. അപ്പോൾ അങ്ങനെ ആർക്കാണ് കൂടുതൽ കൂടുതൽ ആവശ്യത്തിലധികം ശേഖരിച്ച് വെക്കാനുള്ള ഒരു പ്രവണതയുള്ളത്, അത് തെറ്റാണ്. അത് നമ്മുടെ ഭക്തിയെ നശിപ്പിക്കുന്നവരാണ് അത്യാഹാരം. പിന്നെ പ്രയാസം. പ്രയാസം എന്ന് പറഞ്ഞാൽ ഓവർ എൻഡെവർ. നമ്മൾ എൻഡെവർ ചെയ്യണം, തീർച്ചയായിട്ടും നമ്മൾ എഫേർട്ട് എടുക്കണം, പക്ഷെ ഓവർ എൻഡെവർ പാടില്ല. സ്മാർട്ട് ആവണം, ഓവർ സ്മാർട്ട് ആവാൻ പാടില്ല പറയില്ലേ. എല്ലാവരും സ്മാർട്ട് ആവണം, പക്ഷെ ഓവർ സ്മാർട്ട് അതാരും അങ്ങനെ എൻകറേജ് ചെയ്യില്ല. അത്യാഗ്രഹം, ആഗ്രഹം ഉണ്ടായിരിക്കണം, അത്യാഗ്രഹം പാടില്ല. അവിടെ പ്രയാസം, പൈസയ്ക്ക് വേണ്ടി നമ്മൾ തീർച്ചയായിട്ടും ജോലി ചെയ്യണം, ആവശ്യമാണ് നമ്മുടെ ജീവിതത്തിന്, അത് ആവശ്യമാണ്. പക്ഷേ നമുക്കറിയാം കിട്ടില്ല, എത്ര ശ്രമിച്ചാലും കിട്ടില്ല. പക്ഷെ എന്തിനാണ് അതിന് അങ്ങനെ പ്രയത്നിക്കണം, അനാവശ്യമായിട്ട് ഓവർ എൻഡെവർ ചെയ്യണം? അതിൻ്റെ ആവശ്യം, അങ്ങനെ പ്രയാസം ചെയ്യാൻ പാടില്ല. പിന്നെ പറയുന്ന മൂന്നാമത്തെ പ്രജൽപ്പം. പ്രജൽപ്പം എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ട് നമുക്ക് ഒരു വിധത്തിലും നമ്മളുടെ ഭൗതിക തലത്തിലോ ആധ്യാത്മിക തലത്തിലോ നമുക്ക് ഗുണം ഇല്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുക. ചുരുക്കത്തിൽ എന്താണ് ഗോസിപ്പ്, അല്ലേ? സാധാരണ ഗോസിപ്പ്, ആ പ്രജൽപ്പം. അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? സോക്രട്ടീസിന്റെ ഒരു ഇതുണ്ട്, ചെറിയൊരു കഥയുണ്ട്. അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ ചെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു, സോക്രട്ടീസിനോട് പറഞ്ഞു, താങ്കൾക്കറിയോ തൻ്റെ മറ്റൊരു കൂട്ടുകാരൻ നിങ്ങളെ പറ്റിയിട്ട് എന്താണ് പറഞ്ഞത്? അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഓക്കെ, പറയുന്നതിന് മുമ്പ് എനിക്ക് 3 ഫിൽട്ടർ ടെസ്റ്റ് ചെയ്യണം. എന്താണ് ഈ പറഞ്ഞ കാര്യം, നിങ്ങൾ എന്നോട് പറയാൻ പോകുന്ന കാര്യം അത് സത്യമാണോ? അപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു, എനിക്ക് അതിനെപ്പറ്റി അറിയില്ല, സത്യമാണോ നുണയെന്ന് അറിയില്ല. ഓക്കെ, രണ്ടാമത്തെ ടെസ്റ്റ്, ഇതുകൊണ്ട് ഈ പറഞ്ഞ ആൾക്കോ അല്ലെങ്കിൽ താങ്കൾക്കോ അല്ലെങ്കിൽ എനിക്കോ എന്തെങ്കിലും ഉപകാരമുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞു. കാരണം വെച്ചാൽ അവിടെ അത് ഫോൾട്ട് ഫൈൻഡിങ് ആണ്, മറ്റയാളെ പറ്റി ദുഷിച്ച വർത്തമാനമാണ്. അതുകൊണ്ട് ഈ 3 പേർക്കും ഇതുകൊണ്ട് ഒരു ഗുണമില്ല. അവർക്കുമില്ല, എനിക്കുമില്ല, പിന്നെ എനിക്കും അതിന് ഗുണമില്ല. നിങ്ങളുടെയും സമയം പാഴാക്കാണ്, എൻ്റെയും സമയം പാഴാക്കാണ്. ഒരാൾക്കും ഗുണമില്ലെങ്കിൽ പിന്നെ എന്തിനാണ്? അപ്പോൾ അതുകൊണ്ട് എനിക്കത് കേൾക്കണ്ടാന്ന്. അപ്പം അങ്ങനെ ആ ഫിൽട്ടർ ടെസ്റ്റ് നമ്മൾ ചെയ്യണം. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ പ്രജൽപ്പ ഒഴിവാക്കണം, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ അങ്ങനെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയണം? ഭഗവാന്റെ കാര്യങ്ങളെ പറ്റിയിട്ട് പറയണം. ഭൗതിക ലോകത്ത് നമ്മൾ ജോലി ചെയ്യേണ്ടായിരിക്കും, പ്രൊഫഷണലായിരിക്കും. അതിന് എത്രത്തോളം ആവശ്യമുണ്ട് അത്രത്തോളം മാത്രം സംസാരിക്കുക. അതാണ് റെഗുലേഷൻ, ഓസ്റ്ററിറ്റി ഇൻ സ്പീച്ച്. അനുദ്വേഗകരം വാക്യം സത്യം പ്രിയ ഹിതം ചെയ്യേത് സ്വാധ്യായാഭ്യാസനം ചെയ്വ മാങ് മയം തപ ഉച്യത്തെ എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ അർജുനോട് പറയുന്നുണ്ട്. അനുദ്വേഗകരം വാക്യം. ഓക്കെ, എന്താണ് പറയുന്നത്? വേഗം, കരം, വാക്യം, ഇതെല്ലാം നമ്മൾ കൺട്രോൾ ചെയ്യണം. വേഗം എന്ന് പറഞ്ഞാൽ ഏർജ് ടു സ്പീക്ക്, ഏർജ്. അപ്പോൾ അത് കൺട്രോൾ ചെയ്യണം, നമ്മൾ ചെയ്യുന്നതും നമ്മൾ പറയുന്നതും. വാക്യം സത്യം പ്രിയം ഹിതം ചെയ്യത്, സത്യമാണോ എന്ന് നോക്കണം. സത്യമാണെങ്കിൽ മാത്രമേ പറയാൻ പാടൂ. പ്രിയമാണോ എന്ന് നോക്കണം, പ്ലീസിങ് ആണോ എന്ന് നോക്കണം, ഹിതമാണോ എന്ന് നോക്കണം, ബെനിഫിഷ്യൽ ആണോ എന്ന് നോക്കണം. ഈ 3 ടെസ്റ്റാണ് അവിടെ സോക്രട്ടീസ് ചെയ്തത്. സത്യം, പ്രിയം, ഹിത. സത്യം പറഞ്ഞാൽ നമുക്ക് സത്യമേ പറയാൻ പാടുള്ളൂ, അല്ലാണ്ട് അസത്യം പറഞ്ഞിട്ട് നമ്മളുടെ സമയം അവരുടെ സമയം പാഴാക്കിയിട്ട് കാര്യമില്ല. പ്രിയമായ, പ്ലീസിങ് ആയിരിക്കണം. ഈവൺ സത്യമാണ്, പ്ലീസിങ് അല്ലെങ്കിൽ നമ്മുടെ സമയം സൗകര്യമൊക്കെ നോക്കിയിട്ട് വേണം അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അത് പ്രസന്റ് ചെയ്യാൻ. സത്യമാണെന്ന് പറഞ്ഞിട്ട് ഏത് സമയത്തും ഏത് ഫോറത്തിലും നമുക്ക് വിളിച്ച് പറയാൻ പറ്റില്ല. അപ്പോൾ അത് പ്ലീസിങ് അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അതിൻ്റെതായിട്ടുള്ള ആൾക്കാർ, ആ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരെ പറയാൻ പറ്റൂ.
ഇപ്പൊ നമ്മളുടെ ഇപ്പൊ സീനിയറായിട്ട് ഒരാള് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു വിചാരിക്കുക, ജൂനിയറായിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ ആ തെറ്റിനെ ഒരു പബ്ലിക്കില് എനിക്ക് പറയാൻ പാടുമോ? തെറ്റാണ് ചെയ്തത്, പക്ഷെ ഒരു പബ്ലിക് സ്ഥലത്ത് ഫോറത്തിൽ വെച്ചിട്ട് എനിക്കത് ചൂണ്ടിക്കാണിക്കാൻ പാടും. എനിക്ക് അതിനുള്ള റിലേഷൻഷിപ്പ് ഉണ്ടോ, അതിനുള്ള അതോറിറ്റി ഉണ്ടോ, ഇതെല്ലാം ഞാൻ നോക്കണം. അപ്പൊ എനിക്ക് അതോറിറ്റി ഇല്ല, എനിക്ക് റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കണം. അതിനുള്ള അതോറിറ്റി ഉള്ള ആൾക്കാർ, അതിനുള്ള റിലേഷൻഷിപ്പ് ഉള്ള ആൾക്കാർ അത് പറയും. അപ്പോൾ സത്യമായിരിക്കണം, അത് പ്രിയമായിരിക്കണം, അജിറ്റേറ്റിംഗ് ആയിരിക്കരുത്. അപ്പോൾ അത് പ്രിയത്തോടു കൂടി പറയണം. പിന്നെ ഹിതം, അത് ബെനിഫിഷ്യൽ ആയിരിക്കണം. അപ്പൊ ഇത് മൂന്നും നമ്മൾ ടെസ്റ്റ് ചെയ്ത് വേണം ഒരു കാര്യം പറയാൻ. അതാണ് സോക്രട്ടീസ് അവിടെ 3 ഫിൽട്ടർ ടെസ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഭഗവാൻ പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആ സമയം എന്ത് ചെയ്യണം? സ്വാധ്യായാഭ്യാസനം ചെയ്യുക, സ്വാധ്യായം ചെയ്യണം. എന്താണ് സ്വാധ്യായം? എന്താണ് സ്വാധ്യായം എന്ന് പറഞ്ഞാൽ? നമ്മളുടെ മന്ത്രാണ്. ഹരേ കൃഷ്ണ. നമ്മളെ സംബന്ധിച്ച് തപസ്. ഭഗവത്ഗീത ഭാഗവതം വായിക്കല്ല സ്വാധ്യായം, സെൽഫ് സ്റ്റഡി. നമ്മളുടെ ഗ്രന്ഥങ്ങൾ വായിക്കണം. അങ്ങനെ വായിക്കുമ്പോൾ നമ്മളുടെ സമയം, പ്രജൽപ്പത്തിൽ നമ്മൾ സമയം ചെലവാക്കണമെങ്കിൽ നമ്മളുടെ കോൺഷ്യസ്നെസ്സിനെ കണ്ടാമിനേറ്റ് ചെയ്യും, അജിറ്റേറ്റ് ചെയ്യും. നമ്മളൊരു സിനിമ കാണാണ്, ഓക്കെ, അത് നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ ബാധിക്കൂലേ? ആ ക്യാരക്ടേഴ്സ്, ഓക്കെ, ആ സീനറീസ്, നമ്മൾ ഓഡിയോ വിഷ്വൽ എല്ലാം നമ്മൾ എടുക്കുകയാണ്, ഇൻടേക്ക്. സോ ഗീഗോ പ്രിൻസിപ്പിൾ അറിയോ? എന്താണ് ഗീഗോ പ്രിൻസിപ്പിൾ? ഗാർബേജ് ഇൻ, ഗാർബേജ് ഔട്ട്. ഗാർബേജ് ഇൻ, ഗാർബേജ് ഔട്ട്. നമ്മൾ എന്ത് ഗാർബേജ് ആണോ ഉള്ളിലേക്ക് ഇൻടേക്ക് ചെയ്യുന്നത്, അതേ ഗാർബേജ് പുറത്തേക്കും പോകും. അപ്പൊ നമ്മൾ എന്താണ് കാണുന്നത്, എന്താണോ കേൾക്കുന്നത്, അതായിരിക്കും നമ്മുടെ കോൺഷ്യസ്നെസ്. അത് പ്രകാരം നമ്മൾ ബിഹേവ് ചെയ്യും. എന്താണ് ഇപ്പൊ ഫിലിമില് വൾഗർ ലാംഗ്വേജ് യൂസ് ചെയ്യും, വൾഗർ സീനറീസ് ഉണ്ടായിരിക്കും, വൾഗർ ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഇതെല്ലാം നമ്മള് സട്ടിൽ ലെവലിൽ അറിഞ്ഞോ അറിയാതെ നമ്മുടെ സബ് കോൺഷ്യസ് ലെവലിൽ അത് അവിടെ പോയി ഇരിക്കും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ അതുപോലെ ആക്ട് ചെയ്യും. അതാണ് ഇന്നത്തെ കാലത്ത് എല്ലാവരും സീരിയൽസ് ഒക്കെ കണ്ടിട്ട് അതന്നെ ആയിരിക്കും സംസാരിക്കുന്നത്. അത് പ്രജൽപ്പയാണ്. ഒരു അൺനെസറി നോവൽസ്, മാഗസിൻ വായിക്കുക, ഇതൊക്കെ. ഈ സമയം നമുക്ക് ഭാഗവതം വായിക്കുകയാണെങ്കിൽ, ഭഗവത്ഗീത ചർച്ച ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്? നമ്മുടെ കോൺഷ്യസ്നെസ് ക്ലിയർ ആവും, നമ്മളുടെ കണ്ടാമിനേറ്റഡ് മൈൻഡ് പ്യൂർ ആവും, അല്ലേ? നമ്മളുടെ മനസ്സിൽ, കോൺഷ്യസ്നെസ്സിൽ ഒരുപാട് അനർത്ഥങ്ങളുണ്ട്. അതിനെ ക്ലീൻ ചെയ്യാൻ ഉള്ള ഒരേ ഒരു മാധ്യമമാണ് സ്വാധ്യായം. നമ്മളുടെ ഇന്റലിജൻസ് അതിനെ ഷാർപ്പൺ ചെയ്യാൻ പറ്റും. മന്ത്രം കൊണ്ട് നമ്മുടെ മനസ്സിനെ പ്യൂരിഫൈ ചെയ്യാൻ പറ്റും. അല്ലേ? മന ഇതി ത്രായതേ മനസ്സ്, മന്ത്ര. മനസ്സിനെ ത്രായണം ചെയ്യുന്നതാണ് മന്ത്ര. അപ്പൊ മന്ത്രം കൊണ്ട് നമ്മുടെ മനസ്സിനെ പ്യൂരിഫൈ ചെയ്യാൻ പറ്റും. ഇന്റലക്റ്റിനെ പ്യൂരിഫൈ ചെയ്യണമെങ്കിൽ സ്വാധ്യായം ചെയ്യണം. ഭഗവത്ഗീത, ഭാഗവതം എന്നീ ശാസ്ത്രഗ്രന്ഥങ്ങൾ പഠിക്കണം. ഓക്കെ, അത് അങ്ങനെയാണ് ഇന്റലിജൻസിനെ നമ്മൾ ചെയ്യുക. അങ്ങനെ നമ്മൾ നമ്മളുടെ ആക്ടിവിറ്റീസിന് സെൻസസ് കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മൾ ഡിവോഷണൽ സർവീസ് ചെയ്യണം, സേവ ചെയ്യണം, മറ്റുള്ളവർക്ക് സേവ ചെയ്യണം, ഭഗവാന് സേവ ചെയ്യണം. അങ്ങനെ സെൻസസിനെ നമ്മളെ പ്യൂരിഫൈ ചെയ്യാൻ പറ്റും. നമ്മുടെ ധനത്തിനെ പ്യൂരിഫൈ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ദാനം ചെയ്യണം. ടു ദ അപ്രോപ്രിയേറ്റ് പേഴ്സൺ അറ്റ് ദ അപ്രോപ്രിയേറ്റ് ടൈം ഫോർ ദ അപ്രോപ്രിയേറ്റ് കോസ്. കൈ അറിഞ്ഞ് ദാനം ചെയ്യണം. ദാനം സത്വഗുണത്തിലായിരിക്കണം, സാത്വികമായിരിക്കണം. സത്വഗുണത്തിലെ ദാനം പറ്റുള്ളൂ. തമോ ഗുണത്തിലെ ദാനമുണ്ട്, രജോ ഗുണത്തിലെ ദാനമുണ്ട്. തമോ ഗുണത്തിലെ ഉള്ളൊരു ദാനം ഉദാഹരണം പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഒരാള് വഴി പോകുന്നു, ഓക്കെ, ഒരു മദ്യപിക്കുന്ന ഒരാളാണ്. അയാൾ എൻ്റെ അടുത്ത് വന്ന് പൈസ ചോദിക്കുകയാണ്. എനിക്ക് കുറച്ച് പൈസ തരും. എനിക്കറിയാം നന്നായിട്ട് ഈ പൈസ അയാൾ മദ്യപിക്കാനാണ് ഉപയോഗിക്കുന്നത്. അങ്ങനത്തെ ഒരാളാണ്.
ആ സ്വഭാവമാണ്. അപ്പൊ ഞാൻ പൈസ കൊടുത്താൽ അയാൾ നേരെ എവിടെ പോവും? കള്ള് ഷാപ്പിൽ പോവും, മദ്യപിക്കും. അത് തമോ ഗുണത്തിലാണ്. അതിന്റെ ആ പാപത്തിന്റെ ഒരു പോർഷൻ ഞാനും എടുക്കേണ്ടി വരും. കാരണം ഞാൻ കാരണമാണ് അയാൾ മദ്യപിച്ചത്, അല്ലേ? അപ്പൊ അത് തമോ ഗുണത്തിലെ ദാനാണ്. രജോ ഗുണത്തിലെ ദാനം എന്താ? നമ്മള് ഈവൻ അമ്പലങ്ങളിൽ, ക്ഷേത്രങ്ങളുടെ ഡൊണേഷൻ ചെയ്യുന്നു. എന്നിട്ട് ഒരു ട്യൂബ് ലൈറ്റ് നമ്മൾ കൊടുക്കുന്നു, അതിൽ നമ്മുടെ പേര്, എൻ്റെ പേര് വലുതായിട്ട് എഴുതി വെക്കുന്നു. എന്താണ്? പേരും പ്രശസ്തിക്കും വേണ്ടിയിട്ട്. അല്ലെങ്കിൽ മുമ്പത്തെ കാലത്ത് ഈ അമ്പലങ്ങൾ, ക്ഷേത്രങ്ങളിൽ സ്റ്റെപ്സ് ഒക്കെ കണ്ടിട്ടുണ്ട്. ആ സ്റ്റെപ്സിൽ ഓരോ സ്റ്റെപ്പിലും ഓരോരുത്തരുടെ ഡൊണേറ്റഡ് ബൈ സോ ആൻഡ് സോ എഴുതിണ്ടാവും, അല്ലേ? രജോ ഗുണത്തിലുള്ള ദാനമാണ്. എന്താണ്? എൻ്റെ പേരും പ്രശസ്തിക്കും വേണ്ടി. ആണോ, ഞാനൊരു സ്റ്റെപ്പ്, ഒരു കല്ല് അവിടെ ഇതുണ്ട്, ഞാനൊരു പില്ലർ അവിടെ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്, എൻ്റെ പേര് അവിടെ എഴുതിയിട്ടുണ്ട്, ഡൊണേറ്റഡ് ബൈ സോ ആൻഡ് സോ. അത് രജോ ഗുണത്തിൽ. സത്വഗുണത്തിൽ എന്താണ്? ഈ കൈ കൊണ്ട് കൊടുത്താൽ ഈ കൈ അറിയില്ല. നമ്മൾ അതിനെ പബ്ലിസൈസ് ചെയ്യില്ല, കൊട്ടിഘോഷിക്കില്ല. അപ്പോൾ സത്വഗുണത്തിലായിരിക്കണം, വർതി പേഴ്സൺസ് ആയിരിക്കണം, അപ്രോപ്രിയേറ്റ് ടൈം ആൻഡ് പ്ലേസ് ആയിരിക്കണം. ഇതാണ്. അപ്പൊ ഇതെല്ലാം, അപ്പൊ നമ്മൾ ഭഗവത്ഗീത, ഭാഗവതം ഇതെല്ലാം വായിക്കുമ്പോൾ, സത്സംഗം ചെയ്യുമ്പോൾ നമ്മളുടെ കോൺഷ്യസ്നെസ് പ്യൂരിഫൈ ആവും. നേരെ മറിച്ച് മറ്റു കാര്യങ്ങളിൽ, ഭൗതിക തലത്തിലുള്ള പ്രജൽപ്പ, ഗോസിപ്പില് നമ്മൾ ഇടപെടുമ്പോൾ നമ്മളുടെ കോൺഷ്യസ്നെസ് കൂടുതൽ കണ്ടാമിനേറ്റഡ് ആവും, അജിറ്റേറ്റഡ് ആവും. അതനുസരിച്ച് വീണ്ടും നമ്മൾ പ്രവർത്തിക്കാൻ. അപ്പോൾ കർമ്മത്തിന്റെ മീതെ കർമ്മം. ഇവിടെ പറയുന്നത്, അപ്പൊ അത്യാഹാര പ്രയാസ പ്രജൽപ്പോ നിയമാഗ്രഹ ജനസംഘർഷ ലൗല്യം ച. അപ്പൊ അത് മൂന്നും കൂടി പറഞ്ഞിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യാം. നിയമാഗ്രഹ, നിയമം ഫോളോ ചെയ്യാം. നിയമ ആഗ്രഹ. ഒന്ന് നിയമം ഫോളോ ചെയ്യുക, റൂൾസ് ആൻഡ് റെഗുലേഷൻ. ഓക്കെ, ചെയ്യാൻ വേണ്ടി മാത്രം. ഒന്ന് ചെയ്യാതിരിക്കുക. രണ്ടുണ്ട് അതിൻ്റെ അർത്ഥം. അതായത് ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ഡൂയിങ് ഇറ്റ്. മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി ഞാൻ നിയമമൊക്കെ പാലിക്കുന്നുണ്ട്, മറ്റുള്ളവരെ ശരിക്കും അത് ഉള്ളിന്ന് വരുന്നില്ല. പിന്നെ ചെയ്യാതിരിക്കുക, ആഗ്രഹ, നിയമം പാലിക്കാതിരിക്കുക. ഫോർ റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾസ് നമ്മൾ പാലിക്കേണ്ടതാണ് തീർച്ചയായിട്ടും, അല്ലേ? അത് ചെയ്യാതിരിക്കുക. അപ്പൊ രണ്ടും നിയമ ആഗ്രഹ. ജനസംഘർഷ ലൗല്യം ച. ജനസംഘം എന്ന് പറഞ്ഞാൽ എന്താണ്? വേൾഡ്ലി അസോസിയേഷൻ, അസത് സംഘം, നോൺ ഡിവോട്ടീസ് അസോസിയേഷൻ. അതുകൊണ്ട് നമുക്ക് നഷ്ടമേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമ്മൾ ഒരു മെറ്റീരിയൽ അസോസിയേഷൻ ഉണ്ട്, മെറ്റീരിയൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. നമ്മൾ ചെന്ന് സ്പോർട്സ്, പൊളിറ്റിക്സ്, ഫിലിം അതൊക്കെ സംസാരിച്ച് അവസാനം നമ്മൾ അടിച്ചു പിരിഞ്ഞു പോരും, ഇല്ലേ? എന്താ കാര്യം? വടി കൊടുത്ത് അടി മേടിക്കുക. നമ്മുടെ സമയം പോയി, നമ്മുടെ എന്താ പറയുക, പൈസയും പോയി, അവസാനം മനസ്സിന് ശാന്തിയില്ല, ആ ഒരു വൈരാഗ്യം വന്നു. പക്ഷെ നമ്മൾ ഭഗവാന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നം വരുന്നത്, നമ്മളുടെ കോൺഷ്യസ്നെസ് ക്ലിയർ ആവും. അത് മാത്രമല്ല നമുക്കൊരു സത്സംഗം കിട്ടും. നമ്മളുടെ ആ ഓരോ കാര്യങ്ങളും, നമ്മളുടെ പ്രോഗ്രസ്, സ്പിരിച്വലി പ്രോഗ്രസ്സും വളരെ നന്നായി വരും. അപ്പോൾ ജനസംഘം, അതായത് വേൾഡ്ലി അസോസിയേഷൻ, അസത് സംഘം നമ്മൾ അവോയ്ഡ് ചെയ്യും. ലൗല്യം എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ ഗ്രീഡ്, അത്യാഗ്രഹം. എനിക്ക് അത് വേണം, ഇത് വേണം, എല്ലാം വേണം. കൈക്കോട്ടിന്റെ പോലെ ഇങ്ങോട്ട് മാത്രം, അല്ലേ? ഇങ്ങോട്ട് മാത്രം, അങ്ങോട്ടൊന്നുമില്ല. അപ്പൊ ലൗല്യം. അപ്പൊ ഇത് 6 ഐറ്റംസ് എന്താണ്? ഷഡ്ബീർ ഭക്തിർ വിനശ്യതി. നമ്മുടെ ഭക്തിയെ നശിപ്പിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മള് he who is satisfied with gain which comes of its own effort. അതായത് നമ്മളുടെ കർമ്മത്തിലുണ്ടെങ്കിൽ അത് നിങ്ങൾ എങ്ങനെ നോക്കിയാലും അത് വരും. വരാൻ പോകുന്നത് വഴി തങ്ങില്ല നമ്മുടെ കർമ്മത്തിലുണ്ടെങ്കിൽ. അതുകൊണ്ട് വെറുതെ ഇരിക്കണം എന്നല്ല പറയണേ, നമ്മൾ ശ്രമിക്കണം തീർച്ചയായിട്ടും. പക്ഷെ ആ ശ്രമം പ്രയാസമാവരുത്, അത്രേ ഉള്ളൂ. പ്രയാസം പറഞ്ഞാൽ ഓവർ എൻഡെവർ. അതിൻ്റെതായിട്ടുള്ള ആ ഓൺ ഇറ്റ്സ് ഓൺ എതിർച്ചയാ ലാഭസന്ധി, അല്ലേ? അപ്പൊ അത് വരാനുള്ളത് വരും. അപ്പൊ ആ ലാഭം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. കൂടുതൽ അതിന് പരിശ്രമിക്കേണ്ട ആവശ്യമില്ല. അതിന് നമ്മളുടെ സമയവും എനർജിയും വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരാൾ ഹു ഇസ് ഫ്രം ഡുവാലിറ്റി പറഞ്ഞാൽ നമ്മൾ മുമ്പ് ക്ലാസ്സിൽ പറയുന്നുണ്ട്, ദ്വന്ദ്വത്തിൽ നിന്ന് നമ്മൾ വിമുക്തരാവണം. എന്താണ്? നല്ലത് ചീത്ത, തണുപ്പ് എന്താ പറയുക, ചൂട്, ജയം പരാജയം,
സുഖം ദുഃഖം ഇതെല്ലാം ഡുവാലിറ്റിയാണ്, ദ്വന്ദ്ം, ഓപ്പോസിറ്റ്സ്. ഒരു ഭക്തൻ ഇതിന്ന് അതീതമായിട്ട് നിൽക്കണം. നല്ലത് വന്നാൽ ഭഗവാന്റെ മേഴ്സി, ഭഗവാന്റെ കൃപ. ചീത്ത വന്നാൽ എൻ്റെ കർമ്മം, ഞാൻ എന്തോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നു, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ എടുക്കണം. അല്ലാണ്ട് ആ സമയത്ത് ഭഗവാനെ കുറ്റം പറയോ പഴി പറയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ചൂണ്ടിക്കാണിക്കുകയല്ല ചെയ്യുക. എനിക്ക് ഈ അവസ്ഥ വന്നത് ഇന്ന ആള് കാരണമാണ്. നമ്മൾ സാധാരണ എന്താ ചെയ്യുക, എല്ലാം മറ്റുള്ളവരുടെ തലയിൽ കൊണ്ടിടും. എൻ്റെ ഈ അവസ്ഥ ഇതാ ഇവൻ കാരണമാണ് അല്ലെങ്കിൽ ഇവള് കാരണമാണ്. എത്ര നന്നായി പോയിരുന്ന അറിയോ, ഒറ്റ ആളാണ് കാരണം പറയും. അവര് ഒരു ഇൻസ്ട്രുമെന്റ് മാത്രമാണ്. എനിക്കത് അനുഭവിക്കാനുള്ള കർമ്മമുണ്ട്. അത് ഇന്ന ആള് ത്രൂ ഭഗവാൻ എനിക്ക് തന്നു മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിനെ ഒരു ഉപകരണമാക്കി എനിക്ക് കിട്ടുന്ന കർമ്മം തന്നു. അപ്പോ നല്ലത് വന്നാലും ശരി ചീത്ത വന്നാലും ശരി നമ്മൾ ഈക്വിപ്പോയ്സ്ഡ് ആയിരിക്കണം, ന്യൂട്രൽ ആയിരിക്കണം, ദ്വന്ദ്വ വിമുക്തനായിരിക്കണം. അതാണ് ഫ്രീ ഫ്രം ഡുവാലിറ്റി എന്ന് പറയുന്നത്. നല്ലത് വന്നാൽ ഭഗവാന്റെ മേഴ്സി, ഭഗവാൻ സോ മേഴ്സിഫുൾ, he has made me feel good, he has given me everything even though I may not deserve it. എനിക്ക് അർഹതപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ ഭഗവാൻ എനിക്ക് തന്നു എന്നുള്ള ആ രീതിയിൽ നമ്മൾ ചിന്തിക്കണം. ചീത്ത വന്നാൽ എൻ്റെ കർമ്മഫലം, ഞാൻ അത് അനുഭവിക്കേണ്ടതാണ്. പക്ഷെ എനിക്ക് ഇതിനേക്കാട്ടിലും കൂടുതൽ കിട്ടണ്ടായിരുന്നു എൻ്റെ കർമ്മഫലം. പക്ഷേ ഭഗവാന്റെ മേഴ്സി കൊണ്ട് തല്ലായി മാറി എന്ന് നമ്മൾ വിചാരിക്കണം. അങ്ങനെ നമ്മൾ രണ്ടിനെയും അക്സെപ്റ്റ് ചെയ്യണം. ഈക്വിപ്പോയ്സ് ആയിരിക്കണം, ഫ്രീ ഫ്രം ഡുവാലിറ്റി ആൻഡ് ഡസ് നോട്ട് എൻവി. നമ്മൾ ഒരാളോടും ശത്രുത വെച്ച് പുലർത്താൻ പാടില്ല. ശത്രുക്കൾ ജനിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് ശത്രുക്കൾ വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കർമ്മഫലമാണ്. നമ്മൾ എന്തോ ചെയ്തിട്ടുണ്ട്, എന്തോ അബദ്ധം, എന്തോ തെറ്റുകൾ, പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു അവസരം വന്നു ചേരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഡസ് നോട്ട് എൻവി. വി സ്റ്റഡി ഇൻ ബോത്ത് സക്സസ് ആൻഡ് ഫെയിലിയർ. ജയത്തിലും പരാജയത്തിലും നമ്മൾ ന്യൂട്രലായിട്ട്, സ്റ്റഡി ആയിട്ട്, ഈക്വിപ്പോയ്സ്ഡ് ആയിട്ട് നിൽക്കണം. അങ്ങനത്തെ ഒരു ആള് ഈസ് നെവർ എൻടാങ്കിൾഡ്. ഒരിക്കലും ഇവിടെ ബന്ധനത്തിൽ വരില്ല. നെവർ എൻടാങ്കിൾഡ്. ആൾദോ പെർഫോമിങ് ആക്ഷൻ, എല്ലാ തരത്തിലുള്ള ആക്ടിവിറ്റീസിലും അദ്ദേഹം ഇടപെടുന്നുണ്ട്. പക്ഷെ എങ്കിലും ഇതിന്നെല്ലാം മുക്തനായിട്ട് നിൽക്കുന്നു. ഇതാണ് ഒരു ശുദ്ധഭക്തന്റെ ലക്ഷണം. ക്ലിയർ ആയിട്ട് ഭഗവാൻ പറഞ്ഞതല്ലേ, ഹി ഹു ഈസ് സാറ്റിസ്ഫൈഡ് വിത്ത് ഗെയിൻ, അതിൻ്റെതായിട്ടുള്ള അതിൽ വരുന്ന ആ ലാഭത്തിനെ കൊണ്ട് സംതൃപ്തനാണ്. which comes of its own accord, who is free from duality and does not envy, who is steady in both success and failure, is never entangled, although performing actions. അവിടെ ഒരു കാര്യം ചെയ്യാണ്ട് മുണ്ടാതിരിക്കുന്നില്ല, എല്ലാ കാര്യവും ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരിക്കലും ഇവിടെ ബന്ധിക്കപ്പെടുന്നില്ല, ബന്ധനത്തിൽ വരുന്നില്ല. കാരണം അദ്ദേഹം എല്ലാം കൊണ്ടും തൃപ്തനാണ്, ഈ ദ്വന്ദ്ങ്ങളിൽ പെട്ടിട്ടില്ല. അതുകൊണ്ട് ഈ ഭൗതിക ലോകത്ത് ബന്ധിക്കപ്പെടുന്നില്ല. ഈ ജന്മം കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആധ്യാത്മിക ലോകത്തിലേക്ക് പോകാനുള്ള അവസരവും കിട്ടും എന്നാണ് ഭഗവാൻ അർജുനോട് പറയുന്നത്. അർജുനോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണെങ്കിൽ കൂടിയിട്ട് ഈ നിർദ്ദേശം നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ ഇതിന്റെ മീതെ ഇതിപ്പോ ഭഗവാൻ അർജുനോട് പറഞ്ഞു കൊടുക്കുന്നത് മൈ ഡിയർ അർജുന എന്നാണ് ഭഗവാന്റെ അഡ്രസ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, മൈ ഡിയർ സോ ആൻഡ് സോ, നമ്മൾ നമ്മളുടെ പേര് ചേർക്കുക. അപ്പൊ ഈ ഇൻസ്ട്രക്ഷൻ എനിക്കുള്ളതാണ്. ഞാൻ എൻ്റെ പേര് വയ്ക്കുക, മൈ ഡിയർ അർജുനന്റെ പേര് നീക്കിയിട്ട് എൻ്റെ പേര് വയ്ക്കുക. അപ്പൊ ഭഗവാൻ എനിക്ക് തരുന്ന നിർദ്ദേശമാണെന്ന് ഞാൻ മനസ്സിലാക്കണം. അപ്പൊ ഞാൻ ഇത് പ്രകാരം ജീവിക്കുകയാണെങ്കിൽ എനിക്ക് ഭഗവത്ധാമിൽ പോകാൻ ഒരു പ്രശ്നമില്ല. അപ്പൊ ഇൻസ്ട്രക്ഷൻ നമുക്ക് ഓരോരുത്തർക്കുള്ളതാണ്. പിന്നെ പർപ്പോട്ടിലും നമ്മൾ വായിക്കണം. പ്രഭുപാദയാണ് പർപ്പോട്ട് ചെയ്തതിന് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇത് വായിച്ചിട്ട് നമുക്ക് അത്ര ക്ലാരിറ്റി കിട്ടില്ല, കാണിച്ചാൽ വളരെ ചുരുക്കത്തിൽ പറയുന്നുള്ളൂ. അപ്പൊ ഇതിന്റെ ഉദാഹരണ സഹിതം എലോബറേറ്റ് ആയിട്ടുള്ള പർപ്പോട്ട് തരുന്നത് പ്രഭുപാദയാണ്. അപ്പൊ പ്രഭുപാദ അതിന്റെ മീതി മൈ ഡിയർ ഡിസൈപ്പിൾ സോ ആൻഡ് സോ ഓർ മൈ ഡിയർ സോ ആൻഡ് സോ നമ്മളുടെ പേര് എഴുതിയിട്ട് ഈ പർപ്പോട്ടിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വേണ്ടിയിട്ട്, നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി പ്രഭുപാദ
നമുക്ക് വേണ്ടി പറഞ്ഞു തന്നെ പ്രഭുപാദർ കമ്പേഷനാണ് കാണുന്നത്. കമ്പേഷൻ, അനുകമ്പ. നമ്മളോടുള്ള അനുകമ്പയാണ് പ്രഭുപാദ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് 70ാമത്തെ വയസ്സിൽ മുണ്ടാതെ ഇരുന്ന് ജപിച്ചിരുന്നാൽ മതിയായിരുന്നു വൃന്ദാവനില്. നമുക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ബുദ്ധിമുട്ടി അവിടെ അമേരിക്കയിൽ പോയിട്ട് സ്ഥാപനം തുടങ്ങി ഇതെല്ലാം ഗ്രന്ഥങ്ങളെല്ലാം എഴുതി പബ്ലിഷ് ചെയ്ത് ഒരുപാട് നാടുകളിൽ പോയി ഇതെല്ലാം പ്രചരിപ്പിച്ച് നമുക്ക് കുട്ടികൾക്ക് സ്പൂണിൽ കൊടുക്കുന്നത് പോലെ നമുക്ക് സ്പൂണിൽ തരികയാണ്. ലഡ്ഡു എല്ലാം ഉരുട്ടിയിട്ട് വായിൽ വെച്ച് തരാണ്. അപ്പൊ അത് ചെയ്യുക മാത്രമേ വേണ്ടൂ. അത്രയും നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഈസി ആക്കി തന്നു പ്രഭുപാദ. അപ്പൊ ആ പ്രഭുപാദക്ക് എത്ര നന്ദി പറഞ്ഞാലും പോരാ. നമ്മൾ കാണിച്ചാൽ നമുക്ക് അത്രയും എല്ലാം കുട്ടിക്ക് കടിക്കാൻ വയ്യ, പല്ലില്ല. അപ്പൊ അമ്മ എന്ത് ചെയ്യും, അതെല്ലാം സ്മാഷ് ചെയ്തിട്ട് പെട്ടെന്ന് ഇറക്കാൻ പറ്റുന്ന വിധത്തിൽ അത് കൊടുക്കുന്ന വിധത്തിലാണ് പ്രഭുപാദ നമുക്ക് തന്നിരിക്കുന്നത്. ഇതിലും ഇത് എന്താ ചെയ്യാൻ പറ്റുക? അപ്പൊ അത്രയും കമ്പേഷനാണ് നമ്മളെപ്പോലുള്ള ബദ്ധാത്മാക്കളോട് പ്രഭുപാദ കാണിച്ചത്. So a Krishna conscious person does not make much endeavor even to maintain his body. കാരണം അറിയാം ഭഗവാൻ ഈസ് എ പ്രൊട്ടക്ടർ. അവശ്യ രക്ഷിബേ കൃഷ്ണ. ഭഗവാൻ തീർച്ചയായിട്ടും എന്നെ രക്ഷിക്കും, ഭഗവാൻ എന്നെ തീർച്ചയായിട്ടും മെയിൻറ്റെയിൻ ചെയ്യും. ഈ ഉത്തമ ബോധം ഓരോ കൃഷ്ണാവബോധ ഭക്തനുമുണ്ട്. അതുകൊണ്ട് കൂടുതൽ അവനവൻ്റെ മെയിൻ്റെനൻസ് വേണ്ടിയിട്ട് പ്രയത്നിക്കില്ല, ഭഗവാൻ വിട്ടുകൊടുക്കും. ഭഗവാൻ അറിയാം. നമ്മൾ ഭഗവാനെ സിൻസിയറായിട്ട് സേവ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ നമ്മളെ രക്ഷിക്കും, സംരക്ഷിക്കും, മെയിൻറ്റെയിൻ ചെയ്യും. നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് ഒരു സ്റ്റെപ്പ് വെച്ചാൽ മതി, ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് 9 സ്റ്റെപ്പ് വയ്ക്കും. ആ ഒരു സ്റ്റെപ്പ്, ഒരു ബേബി സ്റ്റെപ്പേ നമ്മൾ വയ്ക്കുള്ളൂ. 9 സ്റ്റെപ്പ് ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് വയ്ക്കുന്ന പറയുന്നത്. ദിസ് ഈസ് എ കമ്പാഷൻ. അതേപോലെ ആചാര്യന്മാരും നമ്മൾ ഒന്ന് ഒരു ജസ്റ്റ് ഒരു ഇൻക്ലിനേഷൻ, അതിനോടുള്ള താല്പര്യം കാണിച്ചാൽ മതി. നമ്മൾ അതും കൂടി കാണിക്കില്ല. കാരണം നമ്മൾ അപ്പോൾ ഒരുപാട് എക്സ്ക്യൂസ്, ഒഴിവുകൾ പറയും. സമയമില്ല, എനിക്ക് ജോലിക്ക് പോകണം, ഭർത്താവിന് ഓഫീസിൽ പോകണം, ഭാര്യയ്ക്ക് ആ ജോലിയുണ്ട്, കുട്ടികൾക്ക് സ്കൂളിൽ പോകണം, അത് വേണം, ഇത് വേണം, അതുകൊണ്ട് എനിക്ക് ജപിക്കാൻ സമയമില്ല, സത്സംഗിന് സമയമില്ല, ഭഗവതം വായിക്കാൻ സമയമില്ല. നമ്മൾ ഇല്ലാത്ത എക്സ്ക്യൂസ് എല്ലാം പറയും അല്ലേ? പിന്നെ എങ്ങനെ ഭഗവാൻ നമ്മളെ സഹായിക്കാൻ? നമ്മളതിന് കുറച്ചെങ്കിലും ഒരു ഇൻക്ലിനേഷൻ കാണിക്കണ്ടേ? ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എടുക്കണ്ടേ? അപ്പൊ ഒരു സ്റ്റെപ്പ് എടുത്താൽ അമ്മ ദൂരത്തുനിന്ന് ഓടി വരും മകളുടെ അടുത്തേക്ക്. അതേപോലെ നമ്മുടെ സുപ്രീം ഫാദർ ഓടി വരും നമ്മളുടെ അടുത്തേക്ക്. ആ ഒരു ടെൻഡൻസി, ആ ഒരു ഇൻക്ലിനേഷൻ ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ളത് നമ്മൾ കാണിച്ചാൽ തീർച്ചയായിട്ടും ഭഗവാൻ ഓടി നമ്മളെ വന്ന് വാരി പുണരും. അതാണ് പറയുന്നത്. അതാണ് കമ്പാഷൻ. സോ എ കൃഷ്ണ കോൺഷ്യസ് പേഴ്സൺ ഡസ് നോട്ട് മേക്ക് മച്ച് endeavor even to maintain his body. He is satisfied with gains which are obtained of their own accord. അത് വരുന്ന വഴിക്ക് വന്നോട്ടെ, അതുകൊണ്ട് ഞാൻ തൃപ്തരാണ് എന്ന് പറയും. He neither begs nor borrows, but he labors honestly as far as in his power and is satisfied with whatever is obtained by his own honest labor. ഒരിക്കലും യാചിക്കില്ല, കടം മേടിക്കാൻ അവർ ഉദ്ദേശിക്കില്ല. എല്ലാം ഹോണസ്റ്റിയോടുകൂടി, സത്യസന്ധതയോടുകൂടിയിട്ട് അവരുടെ കഴിവിനനുസരിച്ചിട്ട് അവർ ചെയ്യുന്നു, പ്രയത്നിക്കുന്നു. അത് വരുന്ന അനുസരിച്ച് അവർ സ്വീകരിക്കുന്നു, അതുകൊണ്ട് തൃപ്തിപ്പെടുന്നു. അതിലും ഉപരിയായിട്ട് അവരൊന്നും ചെയ്യില്ല. ഇതാണ് ഒരു കൃഷ്ണാവബോധത്തിലുള്ള ഒരു ഭക്തന്റെ നിലപാട്. ഹി ഈസ് ദെയർഫോർ ഇൻഡിപെൻഡന്റ് ഇൻ ഹിസ് ലൈവ്ലിഹുഡ്. ഇൻഡിപെൻഡന്റ് കാരണം ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഭഗവാനെ മാത്രം. ആ ഭഗവാനെ ഡിപ്പെൻഡ് ചെയ്താൽ ഭഗവാൻ നമ്മളെ സംരക്ഷിക്കും, നമ്മളെ മെയിൻറ്റെയിൻ ചെയ്യും എന്നുള്ള തീർച്ചയായിട്ടും ഇത് നമുക്കറിയാം. അല്ലേ? അപ്പോൾ നമ്മൾ ശരണാഗതി, ഭഗവാന്റെ ശരണാഗതി ഷഡ് വിധം, 6 വിധമാണ് ശരണാഗതി. ആർക്കെങ്കിലും അറിയാം എന്താണത്? സ്മരണം. അല്ലല്ല, ശരണാഗതി. നിഷ്ഠ അതാണോ? അല്ലല്ല, അത് 9 റങ്സ് ഓഫ് ദ ലേഡർ. ഓക്കെ,
ആനുകൂലസ്യ സങ്കല്പ പ്രതികൂല്യ വിവർജനം രക്ഷസ്യതി വിശ്വാസോ ഗോപിതൃവേ വരണം തഥാ ആത്മനിക്ഷേപ കാർപ്പണ്യേ ഷഡ്വിധ ശരണാഗതി. 6 വിധത്തിലുള്ള ശരണാഗതിയാണ്. നമ്മള് ഭഗവാനെ ആശ്രയിക്കുക 6 വിധത്തില്. എന്താണ്? അനുകൂലസ്യ സങ്കല്പ എല്ലാം ഫേവറബിൾ ആയിട്ടുള്ളത് നമ്മൾ സ്വീകരിക്കണം. അതായത് കൃഷ്ണ കോൺഷ്യസ്നെസ്സിന് ഫേവറബിൾ ആയിട്ടുള്ള എല്ലാം നമ്മൾ സ്വീകരിക്കണം. ആനുകൂലസ്യ സങ്കല്പ ഫേവറബിൾ ആയിട്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ 6 അൺഫേവറബിൾ ആണ്. അത്യാഹാര പ്രയാസ പ്രജൽപോ നിയമാഗ്രഹ ജനസംഘർഷ ലൗല്യം ച ഷഡ്ബിർ ഭക്തിർ വിനശ്യതി. അത് 6 അൺഫേവറബിൾ ആണ്, പ്രതികൂലമായിട്ടുള്ള. അത് നമ്മൾ ത്യജിക്കണം. ഇവിടെ എന്താ പറയുന്നത്? അനുകൂലമായിട്ടുള്ള എല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, സ്വീകരിക്കണം. പ്രതികൂല വിവർജനം, പ്രതികൂലമായിട്ടുള്ള നമ്മളുടെ കൃഷ്ണാവബോധത്തിന് പ്രതികൂലമായിട്ടുള്ള എല്ലാം നമ്മൾ റിജക്റ്റ് ചെയ്യണം. ഇതാണ് ശരണാഗതിയുടെ 6 ലക്ഷണങ്ങൾ. രക്ഷസ്യസ്ഥിതി വിശ്വാസോ എന്നാണ്? കൃഷ്ണ ബീങ് കോൺഫിഡൻറ്റ് ദാറ്റ് കൃഷ്ണ വിൽ ഗ്രാൻഡ് ഹിസ് പ്രൊട്ടക്ഷൻ. ഭഗവാൻ എപ്പോഴും എല്ലാ സിറ്റുവേഷനും നമ്മളെ രക്ഷിക്കും എന്നുള്ള വിശ്വാസം നമുക്ക് വേണം. പിന്നെ ഗോപ്തൃത്വേ വരണം തഥാ, അതായത് ഭഗവാൻ നമ്മളെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യും. എംബ്രേസിങ് കൃഷ്ണാസ് ഗാർഡിയൻഷിപ്പ്, എപ്പോഴും നമ്മളെ മെയിൻറ്റെയിൻ ചെയ്യും, നമ്മളെ ഗാർഡ് ചെയ്യും, നമ്മളെ രക്ഷിക്കും എന്നുള്ളത് വേണം. ഓക്കെ. പിന്നെ പറയുന്നത് ആത്മനിക്ഷേപ കാർപ്പണ്യ, ഫുള്ളി ഓഫറിങ് വൺസെൽഫ് ടു കൃഷ്ണ. ആത്മനിക്ഷേപ, നമ്മൾ ഫുള്ളി സറണ്ടർ ചെയ്യണം. നമ്മൾ ഫുള്ളി സറണ്ടർ അല്ല. അപ്പോൾ ഓക്കെ, ചിലതൊക്കെ ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ചെയ്യാം, ചിലതൊക്കെ ഞാൻ ഭഗവാൻ വിട്ടുകൊടുക്കുന്നു. എനിക്ക് പറ്റാത്തതൊക്കെ ഞാൻ ഭഗവാന്റെ എനിക്ക് പറ്റുന്നത് മാത്രം ഞാൻ ചെയ്യും. നമ്മൾ ഫുള്ളി സറണ്ടർ അല്ല. ചില താല്പര്യങ്ങളുണ്ട്, അല്ലേ, നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട്, അത് ഞാൻ ചെയ്തോളാം. അത് ഭഗവാൻ അറിയാനും കൂടി പാടില്ല. കാണിച്ചാൽ ഭഗവാൻ അത് ഇഷ്ടമല്ല. ഭഗവാനോട് പറഞ്ഞാൽ ഭഗവാൻ പറയാതെ ചെയ്യേണ്ട അത് കാര്യം, അത് നല്ല കാര്യങ്ങളല്ല. അപ്പം നമ്മൾ ഫുള്ളായിട്ട് സറണ്ടർ ചെയ്യില്ല. അപ്പോൾ ഫുള്ളി ഓഫറിങ് വൺ സെൽഫ്, മുഴുവനും ടു കൃഷ്ണ. പിന്നെന്താണ് പറഞ്ഞത്? ആൻഡ് റിയലൈസിങ് വൺസ് ലാമെന്റബിൾ ലോലിനെസ് ആർ ദ 6 limbs ഓഫ് കാർപ്പണ്യ. അതായത് മീക്ക് ആൻഡ് ഹംബിൾ. നമ്മൾ എത്ര തന്നെ വലിയ പൊസിഷൻ ഒരാളായാലും ശരി, നമ്മൾ ഡിവോട്ടി ആണെങ്കിൽ മീക്ക് ആൻഡ് ഹംബിൾ ആയിരിക്കണം. അതാണ് 6ാമത്തെ. ഈ 6 ശരണാഗതിയുടെ ലക്ഷണം. 6 limbs ഓഫ് ശരണാഗതി. അപ്പൊ ഏതൊക്കെയാണ്? 6. ആനുകൂല്യസ്യ സങ്കല്പ, അനുകൂലമായിട്ടുള്ളത്, ഫേവറബിൾ ആയിട്ടുള്ള എല്ലാം നമ്മൾ സ്വീകരിക്കണം. പ്രതികൂല വിവർജനം, പ്രതികൂലമായിട്ടുള്ളത്, അൺഫേവറബിൾ ആയിട്ടുള്ള എല്ലാം നമ്മൾ ത്യജിക്കണം. രക്ഷസ്യസ്ഥിതി വിശ്വാസോ, ഭഗവാൻ നമ്മളെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യും എന്നുള്ള വിശ്വാസം, ദൃഢവിശ്വാസം ഉണ്ടായിരിക്കണം. ഗോപ്തൃത്വേ വരണം തഥ, ഭഗവാൻ നമ്മളെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ള വിശ്വാസം ഉണ്ടായിരിക്കണം. ആത്മനിക്ഷേപ, ഓക്കെ, നമ്മൾ പൂർണ്ണമായിട്ടും ഭഗവാന് സറണ്ടർ വൺസ് ഓഫർ ചെയ്യണം. കാർപ്പണ്യ പറഞ്ഞാൽ ഹംബിൾ ആയിരിക്കണം, ഹ്യൂമിലിറ്റി ഉണ്ടായിരിക്കണം. ഷഡ്വിധ ശരണാഗതി, ഈ 6 ശരണാഗതിയുടെ ലക്ഷണം എന്ന് പറയുന്നത്. സോ 6 symptoms ഓഫ് ശരണാഗതി, ഷഡ്വിധ ശരണാഗതി. അപ്പോൾ അങ്ങനെ ഒരാള് എന്ത് പറ്റും? ഹീ ഈസ് ദെയർ ഫോർ ഇൻഡിപെൻഡന്റ് ഇൻ ഹിസ് ലൈവ്ലിഹുഡ്. അങ്ങനത്തെ ഒരാൾക്കാണ് ഇൻഡിപെൻഡന്റ് ആവാൻ പറ്റൂ. പക്ഷേ ഹീ ഈസ് ഡിപ്പെൻഡന്റ് ഓൺലി ഓൺ കൃഷ്ണ. ഇൻഡിപെൻഡന്റ് ആണെങ്കിലും കൂടിയിട്ട് ഹീ ഈസ് ഡിപ്പെൻഡന്റ് ഓൺലി ഓൺ കൃഷ്ണ, നോട്ട് അതേഴ്സ് ആൻഡ് നോട്ട് അതർ തിങ്സ്. മറ്റൊരാളിലും മറ്റൊരു വസ്തുവിലും നമ്മൾ ആശ്രയിക്കുന്നില്ല, ഭഗവാനിലും മാത്രമേ ആശ്രയിക്കുന്നുള്ളൂ. അതാണ് ഇൻഡിപെൻഡന്റ് എന്ന ആ വേർഡിന്റെ അർത്ഥം. അല്ലാണ്ട് എനിക്ക് തോന്നിയത് ചെയ്യാം എന്നുള്ളതല്ല. ആ സ്വാതന്ത്ര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഭഗവാനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നതാണ് നമ്മുടെ ഇൻഡിപെൻഡൻസ്, ശരണാഗതി. However, for the service of the Lord, he can participate in any kind of action without being disturbed
by the duality of the material world. അപ്പോൾ ഭഗവാന്റെ സേവനം നമ്മൾ വളരെ ആത്മാർത്ഥമായി ചെയ്യുമ്പോൾ നമ്മൾ ഈ ദ്വന്ദ്ങ്ങളിൽ വന്നു പെടില്ല. വളരെ ആത്മാർത്ഥമായി ചെയ്യുമ്പോൾ നമ്മൾ ഈ ദ്വന്ദ്വത്തിൽ നിന്ന് അതീതമായിട്ടായിരിക്കും, ആ തലത്തിലായിരിക്കും നമ്മൾ ഇരിക്കുന്നത്. Without being disturbed by the duality of the material world. The duality of the material world is felt in terms of heat and cold. അതാണ് ദ്വന്ദ്ങ്ങൾ എന്ന് പറഞ്ഞത്. ഓക്കെ, നേരത്തെ പറഞ്ഞില്ലേ, സുഖം, ദുഃഖം, ജയം, പരാജയം. ഓക്കെ, ഹീറ്റ് ആൻഡ് കോൾഡ്, അതായത് തണുപ്പും ചൂട്, ഇതെല്ലാം ഇത് നമ്മൾ അക്സെപ്റ്റ് ഇത് ഉണ്ട്. നമുക്ക് തണുപ്പ് കാലത്ത് തണുപ്പ് തോന്നും, ചൂട് കാലത്ത് ചൂട് തോന്നും, അല്ലേ? പക്ഷെ അതൊന്നും നമ്മളെ എഫക്റ്റ് ചെയ്യില്ല. നമ്മളുടെ ഈ ഡിവോഷൻ സർവീസിനെ അല്ലെങ്കിൽ നമ്മളുടെ മറ്റുള്ള ആ ഒരു ആത്മീയത്തിലോ ഭൗതിക തലത്തിലുള്ള ജീവിതത്തിനെ നമ്മൾ എഫക്റ്റ് ചെയ്യില്ല. ദ്വന്ദ്ങ്ങൾക്ക് അതീതമായി നിൽക്കാൻ പറ്റും കൃഷ്ണ കോൺഷ്യസ് പേഴ്സൺ. അതുകൊണ്ട് ജയം വരില്ല, പരാജയം വരില്ല എന്നല്ല, സുഖം വരില്ല, ദുഃഖം വരില്ല, തണുപ്പ് വരില്ല, ചൂട് വരില്ല എന്നല്ല. അത് വരും, നമ്മുടെ കർമ്മം അനുസരിച്ച് അത് വന്നും പോയി കൊണ്ടിരിക്കും. അതിന്റെ അർത്ഥം, നമ്മൾ ഡിവോട്ടിയായി, ഇനി നമുക്ക് യാതൊരു അസുഖം വരില്ല, നമുക്ക് യാതൊരു ദുഃഖം വരില്ല, എല്ലാം ഇറ്റ്സ് ജസ്റ്റ് ബെഡ് ഓഫ് റോസസ്, അങ്ങനെ വിചാരിക്കാൻ പാടില്ല. നമ്മളുടെ കർമ്മം അനുസരിച്ചിട്ട് നമുക്ക് ഓരോരുത്തരും വ്യത്യസ്തമായിട്ടുള്ള സുഖ ദുഃഖം അനുഭവിക്കേണ്ടി വരും. പക്ഷെ ആ സമയത്തും നമ്മൾ ഇതിന് മീതെയായിരിക്കും. നമ്മളെ ഇത് ബാധിക്കില്ല, എഫക്റ്റ് ചെയ്യില്ല, എസ്പെഷ്യലി അഡ്വൈസിൽ എഫക്റ്റ് ആവില്ല എന്നാണ് ഇത് മനസ്സിലാക്കേണ്ടത്. സോ ദ ഡുവാലിറ്റി ഓഫ് ദ മെറ്റീരിയൽ വേൾഡ് ഈസ് felt in terms of heat and cold or misery and happiness. A Krishna conscious person is above duality. കൃഷ്ണാവ് പോലുള്ള ഒരു ഭക്തൻ അതിൽ മീതെ ആയിരിക്കും. കാരണം അവരെ ഇത് ബാധിക്കില്ല. അവരെപ്പോഴും ഭഗവാന്റെ സംരക്ഷണത്തിലാണ്. ഭഗവാൻ അതിനുള്ള ശക്തി, അതിനെ ഫേസ് ചെയ്യാനും അതിനെ ഓവർകം ചെയ്യാനുള്ള ശക്തി നമുക്ക് തരും. അതാണ് എൻ്റെ കാര്യം. A Krishna conscious person is above duality because he does not hesitate to act in any way for the satisfaction of Krishna. Therefore, he is steady both in success and in failure. അതാണ് ഞാൻ പറഞ്ഞത്, ഇക്വാനിമിറ്റി, ഇക്വിപ്പോയ്സ്, സ്റ്റഡി. ജയിച്ചാലും തോറ്റാലും ഒരേപോലെ. അപ്പോൾ നമ്മളെന്ത് സാധാരണ നമ്മൾക്ക് ഒരു ഇൻക്രിമെന്റ് കിട്ടിയാൽ, ഒരു ബോണസ് കിട്ടിയാൽ, ഒരു പ്രൊമോഷൻ കിട്ടി, എല്ലാവരും വിളിച്ചു, എല്ലാവരും ഇൻഫോം ചെയ്തു, നമുക്ക് ഓക്കെ നെക്സ്റ്റ് വീക്ക് നമുക്കൊരു പാർട്ടി ചെയ്യാം, ഭയങ്കര സന്തോഷം, ഭയങ്കര സന്തോഷം. എല്ലാവരും പറഞ്ഞു എനിക്ക് ഇത്ര ഇൻക്രിമെന്റ് കിട്ടി, അല്ലെങ്കിൽ ഇത്ര പ്രൊമോഷൻ കിട്ടി, അല്ലെങ്കിൽ വേറെ കിട്ടി, ലോട്ടറി കിട്ടി, അടിച്ചു പൊളിക്കും അല്ലേ? പിറ്റേ ദിവസം പറയാ ജോലി പോയി. അപ്പൊ എന്താവും? പിന്നെ എല്ലാം പോയി, ഈവൺ ആത്മഹത്യക്കും കൂടി ശ്രമിക്കും. കാണിച്ചാൽ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും നമുക്ക് കിട്ടുമ്പോൾ, അത് സക്സസ് ആയാലും ശരി അല്ലെങ്കിൽ ഫെയിലിയർ ആയാലും ശരി, ജയമായാലും ശരി പരാജയമായാലും ശരി, നമ്മളത് ന്യൂട്രൽ ആയിരിക്കണം. ഡോണ്ട് ബി ടു എലൈറ്റഡ് വെൻ യു ഗെറ്റ് സംതിങ്, വെൻ യു അച്ചീവ് സംതിങ്, ആൻഡ് ഡോണ്ട് ബി ടു ഡിപ്രസ്ഡ് വെൻ യു ലൂസ് സംതിങ് ആൾസോ. അത് നമ്മൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യണം. സ്റ്റഡി, വി ഷുഡ് ബി സ്റ്റഡി ബോത്ത് ഇൻ സക്സസ് ആൻഡ് ഇൻ ഫെയിലിയർ. അതാണ് ഒരു കൃഷ്ണഭക്തൻ ചെയ്യേണ്ടത്. അതിന് ദ്വന്ദ്വത്തിൽ നിന്ന് ഉയരണം, ദ്വന്ദ്ങ്ങളിൽ നിന്ന് ഉയരണം. സോ ദീസ് സൈൻസ് ആർ വിസിബിൾ വെൻ വൺ ഈസ് ഫുള്ളി ഇൻ ട്രാൻസെൻഡന്റ് നോളേജ്. ഇത് ആർക്കേ സാധിക്കുള്ളൂ? ഒരു ശുദ്ധ ഭക്തന്. ജ്ഞാനം, വൈരാഗ്യം ഭക്തിയുടെ ലക്ഷണം. ഒരു ഭക്തന് ജ്ഞാനം വേണം, വൈരാഗ്യം വേണം. ഭക്തി എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് രണ്ടും ഉണ്ട്. ജ്ഞാനം ഉണ്ട്, പക്ഷെ ഭക്തി ഇല്ല, കാര്യമില്ല. അപ്പോൾ ജ്ഞാനം മാത്രം പോരാ, അതിൽ ഭക്തിയും വൈരാഗ്യം കൂടി ചേരുമ്പോഴേ ഒരു നല്ല ഭക്തനാവുന്നുള്ളൂ. സോ ദീസ് സൈൻസ് ആർ വിസിബിൾ വെൻ വൺ ഈസ് ഫുള്ളി ഇൻ ട്രാൻസെൻഡന്റ് നോളേജ്. ആധ്യാത്മിക തലത്തിൽ ഈ അറിവ്, ഈ ജ്ഞാനമുണ്ടെങ്കിൽ, നമുക്ക് അതിൻ്റെ കൂടെ ഭക്തി ഉണ്ടെങ്കിൽ, then he is successful. ഇതാണ് ഭഗവാൻ അർജുനോട് പറഞ്ഞിരിക്കുന്നത്. He who is satisfied with gain which comes on its own accord, who is free from duality and does not envy. അത് അണ്ടർലൈൻ ചെയ്യണം.
എല്ലാവർക്കും ഉള്ള ഒരു ഇതാണ് കോമ്പറ്റേറ്റീവ് മെന്റാലിറ്റി. ഓക്കെ, എന്താണ് കോമ്പറ്റീഷൻ? അയാൾക്ക് 3 ബെഡ്റൂമുള്ള അപ്പാർട്ട്മെന്റ്, എനിക്ക് 4 വേണം. അയാൾക്ക് എന്നെ കാറുണ്ട്, എനിക്ക് അതിലും വലിയ കാർ വേണം. എന്നാൽ നമുക്ക് ആവശ്യം ഉണ്ടായിട്ടല്ല. എനിക്ക് 2 ബെഡ്റൂമിന്റെ ധാരാളം മതി. എനിക്ക് 3 ബെഡ്റൂം 4 ബെഡ്റൂമിന്റെ അപ്പാർട്ട്മെന്റ് ആവശ്യമില്ല. പക്ഷേ എന്താണ്, മറ്റുള്ളവരെ കാണുമ്പോൾ എനിക്കത് വേണം എന്നുള്ള അതാണ് അത്. ബിക്കോസ് ഓഫ് എൻവി, കോമ്പറ്റീഷൻ. കുട്ടികൾ പഠിക്കുമ്പോൾ അച്ഛനും അമ്മമാരും പറയും, വേണ്ടോ അവന് 99% മാർക്ക് കിട്ടി, നിനക്ക് ഇപ്പോഴും 60-65. എന്താ കാര്യം? അവിടെ ഡിസ്കറേജ് ചെയ്യാണ്, അവിടെ കോമ്പറ്റേറ്റീവ് മെന്റാലിറ്റി കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മളോട് തന്നെ കോമ്പറ്റ് ചെയ്യേണ്ടത്, മറ്റുള്ളൊരാളായിട്ടുള്ള കോമ്പറ്റ് ചെയ്യേണ്ടത്. എനിക്ക് 60% മാർക്ക് കിട്ടി, പക്ഷേ അടുത്ത പ്രാവശ്യം എനിക്ക് കൂടുതൽ മാർക്ക് കിട്ടാൻ വേണ്ടി ഞാൻ ശ്രമിക്കണം. മറ്റുള്ള കുട്ടിയുടെ ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല നമ്മളുടെ മക്കളുടെ. അപ്പോൾ അവിടെ കോമ്പറ്റേറ്റീവ് മെന്റാലിറ്റി അത് ഡിസ്ട്രോയ് ചെയ്യുള്ളൂ. Who is steady in both success and failure is never entangled although performing actions. അതാണ് ഈ ശ്ലോകത്തിലുള്ളത്. എന്തെങ്കിലും any questions or any comments? ഉണ്ടോ? എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? അതോ ഒരു ശ്ലോകം കൂടി എടുക്കാനുള്ള സമയമുണ്ടോ? ചെറുതാണ്, എടുക്കാം അല്ലേ? എടുക്കാം പ്രഭു. ഹരേ കൃഷ്ണ. 23. ഗത സംഘസ്യ മുക്തസ്യ ജ്ഞാനാവസ്ഥിത ചേതസാം യജ്ഞായാചരതാ കർമ്മ സമഗ്രം പ്രവീളിയതേ. ഗത സംഘസ്യ മുക്തസ്യ ജ്ഞാനാവസ്ഥിത ചേതസാം യജ്ഞായാചരതാ കർമ്മ സമഗ്രം പ്രവിലീയതേ. ഓക്കെ, ശ്രീദേവി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഗതസംഗസ്യ മുക്തസ്യ ജ്ഞാനാവസ്ഥിത ചേതസാ യജ്ഞയാചരത കർമ്മ സമഗ്രം പ്രവിലീയതേ. ശൈലജ മാതാജി. ഗതസംഗസ്യ മുക്തസ്യ ജ്ഞാനാവസ്ഥിതചേതസാ യജ്ഞയാചരത കർമ്മ സമഗ്രം പ്രവിലീയതേ. രജനി മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഗത സംഘസ്യ മുക്തസ്യ ജ്ഞാനാവസ്ഥിത ചേതസഃ യജ്ഞായാചരത കർമ്മ സമഗ്രം പ്രവിലീയതേ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. സിനി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഗതസംഗസ്യ മുക്തസ്യ ജ്ഞാനാവസ്ഥിത ചേതസാ യജ്ഞായാചരത കർമ്മ സമഗ്രം പ്രവിലീയതേ. ജൂബി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. യഥാ സംഘസ്യ മുക്തസ്യ ജ്ഞാനാവസ്ഥിത ചേതസാ യജ്ഞായാചരത കർമ്മ സമഗ്രം പ്രവിലീയതേ. പ്രിയ മാതാജി. ഗതസംഗസ്യ മുക്തസ്യ ജ്ഞാനാവസ്ഥിത ചേതസാ യജ്ഞായാചരത കർമ്മ സമഗ്രം പ്രവിലീയതേ. ഹരേ കൃഷ്ണ. സാവിത്രി മാതാജി. ഹരേ കൃഷ്ണ. ഗതസംഗസ്യ മുക്തസ്യ ജ്ഞാനാവസ്ഥിതചേതസാ യജ്ഞായാചരത കർമ്മ സമഗ്രം പ്രവിലീയതേ. ഹരേ കൃഷ്ണ. രാധിക മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഗതസംഗസ്യ മുക്തസ്യ ജ്ഞാനാവസ്ഥിത ചേതസഃ യജ്ഞായാചരത കർമ്മ സമഗ്രം പ്രവിലീയതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ, അതിന്റെ ട്രാൻസ്ലേഷൻ മലയാളത്തിൽ വായിക്കൂ പ്രിയ മാതാജി. ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളാൽ ബദ്ധനാകാതെ അതീന്ദ്രിയ ജ്ഞാനത്തിൽ പൂർണ്ണമായി സ്ഥിതി ചെയ്യുന്നവരുടെ കർമ്മങ്ങൾ ദിവ്യതയിൽ വിലയം പ്രാപിക്കുന്നു. Very good. The work of a man who is unattached to the modes of material nature and who is fully situated in transcendent knowledge merges entirely into transcendence. ഭഗവാൻ അർജുനന് പറയുന്നത്
അത് ഏതൊരു വ്യക്തിയാണോ ഈ 3 ഗുണങ്ങളിൽ നിന്നും അതീതമായിട്ട് നിൽക്കുന്നത്, അവര് ആ ആധ്യാത്മിക തലത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. മെർജസ് എൻറ്റയർലി ഇൻ ടു ട്രാൻസെൻഡൻസ്. 3 ഗുണങ്ങൾക്കും അതീതമായിട്ടുള്ള തലത്തിലേക്ക് ഉയർത്തപ്പെടുന്നു എന്ന് പറയുന്നത്. അപ്പം നമ്മൾ സാധാരണ ഈ ഭൗതിക ലോകത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ത്രിഗുണങ്ങളാൽ അധീനത്തിൽ ഉള്ളതാണ്. ത്രിഗുണത്തിന്റെ അല്ലെ, എന്താണ് ത്രിഗുണം? സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. തമോ ഗുണം. ഈ 3 ഗുണത്തിൽ നിന്നും അതീതമായിട്ട് വേണം നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ. അതായത് കൃഷ്ണപ്രീതിക്ക് വേണ്ടി ചെയ്യണം. അർജുനൻ ഇതുവരെ എസ്പെഷ്യലി ആദ്യത്തെ അധ്യായത്തിൽ മുഴുവനെ തൻ്റെ പ്രശ്നങ്ങൾ, തൻ്റെ പ്രോബ്ലംസ്, എന്നാ ഇത് ചെയ്താൽ ഇത് കിട്ടും, അത് ചെയ്താൽ അത് കിട്ടും, അതിന്റെ ഭവിഷ്യത്ത് എന്താണ്, ഭഗവാനോട് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അല്ലെ, ഭഗവാൻ എല്ലാം വളരെ നന്നായിട്ട് അത് കേട്ടു. പിന്നീടാണ് ഭഗവാൻ പറയാൻ തുടങ്ങിയത് 2ാമത്തെ ചാപ്റ്റർ മുതൽക്ക്. അല്ലെ, അപ്പോ അർജുനൻ തൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞു കൊടുത്തിരുന്നത്. അതെല്ലാം ഭൗതിക തലത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞെല്ലാം ശരിയാണ്, തെറ്റൊന്നുമില്ല. പക്ഷേ 3 ഗുണത്തിന്റെ അധീനത്തിൽ നിന്നായിരുന്നു അർജുനൻ സംസാരിച്ചിരുന്നത്. ഭഗവാൻ അർജുനോട് പറയുന്നത് ആ 3 ഗുണത്തിൽ നിന്നും അതീതമായിട്ടുള്ള തലത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അതാണ് അവിടെ പറയുന്നത്. അപ്പൊ ആർക്കാണ് ശാന്തി സമാധാനം കിട്ടുക? ആരാണ് ഈ ഭൗതിക ലോകത്തിൽ ജീവിച്ചിട്ടും ഒരു പ്രശ്നമില്ലാണ്ട്, ബുദ്ധിമുട്ടില്ലാണ്ട് ജീവിക്കാൻ പറ്റുക? അതിനെപ്പറ്റി ഇവിടെ പറയുന്നത്. അപ്പോൾ ഏതൊരു വ്യക്തിയാണോ ഈ 3 ഗുണത്തിന്റെ അധീനത്തിൽ പെടാതെ ജീവിക്കുന്നത്, അദ്ദേഹത്തിന് ട്രാൻസെൻഡന്റൽ ലെവലിലേക്ക്, നമ്മുടെ സാധാരണ യോഗ അഭ്യാസത്തിലൊക്കെ ട്രാൻസ് പറയും, സമാധി എന്ന് പറയും അല്ലേ? ആ സമാധി സ്റ്റേറ്റ് ആണ് ട്രാൻസ് സ്റ്റേറ്റ്. അതായത് പൂർണ്ണമായിട്ടും ഭഗവാനിൽ നിമഗ്നമായിട്ട്, ഭഗവാനിൽ മുഴുകി, ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരവസ്ഥ. അതിൽ നമ്മൾക്ക് യാതൊരു പ്രശ്നം വരില്ല. കാരണം അത്രയും നമ്മൾ ഭഗവാനിലേക്ക് മേർജ് ചെയ്തിരിക്കുന്നു. അപ്പൊ ആ ഒരു തലത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. സോ ബിക്കമിങ് ഫുള്ളി കൃഷ്ണ കോൺഷ്യസ്, വൺ ഈസ് ഫ്രീഡ് ഫ്രം ഓൾ ഡ്യുവാലിറ്റീസ് ആൻഡ് ദസ് ഈസ് ഫ്രീ ഫ്രം ദ കണ്ടാമിനേഷൻസ് ഓഫ് ദ മെറ്റീരിയൽ മൂഡ്സ്. അപ്പൊ എത്രത്തോളം കാലം നമ്മൾ ഈ 3 ഗുണങ്ങളുടെ അധീനത്തിൽ ജീവിക്കുന്നു, അത്രത്തോളം കാലം നമുക്ക് ജന്മമൃത്യു ജരാവ്യാധി സൈക്കിളിൽ കൂടെ, ചക്രത്തിൽ കൂടെ കടന്നു പോകേണ്ടി വരും. ഈവൻ സത്വഗുണത്തിന് നമ്മൾ ജീവിച്ചാണ് ശരി, നമുക്ക് ജന്മം എടുക്കേണ്ടി വരും ആണ് ഭഗവാൻ പറയുന്നത് ചുരുക്കത്തിൽ. അപ്പോൾ ഗുണാതീതനായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകണം. He can become liberated because he knows his constitutional position in relationship with Krishna and thus his mind cannot be drawn from Krishna point. ഒരു ഭക്തൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഭക്തിയിലായിരിക്കണം ജീവിക്കേണ്ടത്. മറ്റത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണ്, ബൈ പ്രൊഡക്റ്റ് ആണ്. നമ്മളൊരു ഭക്തി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഭൗതിക തലത്തിലുള്ള എല്ലാ കാര്യങ്ങളും താനേ വന്നു ചേരും. അതിനായിട്ട് പ്രത്യേകിച്ച് നമ്മൾ പ്രയത്നിക്കേണ്ട ആവശ്യമില്ല എന്നാ പറയുന്നത്. പിന്നെ ഉദാഹരണം നമുക്ക് പറയാം, നമ്മൾ കൃഷി ചെയ്യുന്ന ആൾക്കാർ, പിന്നെ നെൽകൃഷി ചെയ്യുന്ന ആള് കൊയ്ത്തൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? കൊയ്യുന്നതിന് വേണ്ട നെല്ല് കിട്ടാൻ വേണ്ടിയിട്ട്, നെല്ല് കിട്ടിയാൽ നമുക്ക് അരി കിട്ടും. നമ്മൾ വൈക്കോലിന് വേണ്ടിയിട്ടാണോ കൃഷി ചെയ്യുന്നത്? അല്ലല്ലോ, നെല്ലിന് വേണ്ടിയിട്ടല്ലേ, അരിക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ വൈക്കോൽ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ പ്രത്യേകം പ്രയത്നിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട്, ഭഗവാന്റെ നിർദ്ദേശപ്രകാരം നമ്മൾ ഭക്തി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ഭൗതിക തലത്തിലുള്ള എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം ഓട്ടോമാറ്റിക്കലി ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഭഗവാൻ നിറവേറ്റി തരും. എങ്ങനെ നെൽകൃഷി ചെയ്യുമ്പോൾ വൈക്കോല് ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നു, അതേപോലെ നമ്മൾ ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട്, ഭഗവാനെ സ്നേഹിക്കുമ്പോൾ, ഭഗവാന്റെ ഡിവോഷണൽ ആക്ടിവിറ്റീസിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആവശ്യമുള്ള എല്ലാ ഭൗതിക കാര്യങ്ങളും ഭഗവാൻ നോക്കി രക്ഷിക്കും എന്നാണ് പറയുന്നത്. സോ കോൺസിക്വന്റ്ലി വാട്ട് എവർ ഹി ഡസ് ഫോർ കൃഷ്ണ. ഒരു ഭക്തൻ ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയാ ചെയ്യുക, തൻ്റെ സ്വന്തം ഇന്ദ്രിയ തൃപ്തി അല്ല അവിടെ. ഹു ഇസ് ദ പ്രൈമൽ വിഷ്ണു. Therefore, all his works are technically sacrifices because sacrifice aims at satisfying Supreme Person, Vishnu, Krishna.
അപ്പോൾ ഭക്തന്റെ ഓരോ ആക്ടിവിറ്റിയും അത് സാക്രിഫൈസ്. സാക്രിഫൈസ് പറഞ്ഞ യജ്ഞം. യജ്ഞം എന്ന് പറഞ്ഞാൽ ഭഗവാനെ പ്രീതിപ്പെടുത്തുന്ന ഏതൊരു ആക്ടിവിറ്റിയും യജ്ഞമാണ്. അപ്പൊ ആ യജ്ഞത്തിലെ യജ്ഞപുരുഷൻ വിഷ്ണു അല്ലെങ്കിൽ കൃഷ്ണ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന, അതായത് ഭക്തന്മാർ ചെയ്യുന്ന ഓരോ കാര്യവും അത് യജ്ഞമാണ്. കാരണം അൾട്ടിമേറ്റ്ലി ഇറ്റ് ഈസ് ഫോർ ദ പ്ലഷർ ഓഫ് കൃഷ്ണ ഓർ ദ പ്ലഷർ ഓഫ് സുപ്രീം ലോർഡ്. അതുകൊണ്ട് അതിനെ യജ്ഞം എന്ന് പറയുന്നു. ദ റിസൾട്ടന്റ് റിയാക്ഷൻസ് ടു ഓൾ സച്ച് വർക്ക് സഡൻലി മെർജ് ഇൻ ടു ട്രാൻസെൻഡ്. അതിൻ്റെ അനന്തരഫലം എന്താണ്? ഇതെല്ലാം നമ്മളെ ആ ഉയർന്ന തലത്തിലേക്ക് എത്തിക്കും. ആൻഡ് വൺ ഡസ് നോട്ട് സഫർ മെറ്റീരിയൽ എഫക്ട്സ്. അതുകൊണ്ട് ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. ഭൗതിക തലത്തിലുള്ള ഒരു പ്രശ്നങ്ങളും നമുക്ക് അങ്ങനത്തെ ആക്ടിവിറ്റിയിൽ നിന്ന് കിട്ടില്ല. ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഏതൊരു പ്രയത്നവും അതിന് മെറ്റീരിയൽ ആയിട്ടുള്ള സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല എന്നാണ് ഭഗവാൻ ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഈ നിർദ്ദേശം അർജുനന് മാത്രമല്ല നമുക്കും കൂടിയും ബാധകമാണ്. So 24 അടുത്ത ക്ലാസ്സിൽ. So 22 and 23. വാഞ്ചാ കൽപ്പതരുഭ്യസ്യ കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ वैष्णवेभ्यो नमो नमः. अनंत कोटि वैष्णवी की जय. श्रील प्रभुपाद की जय. गुरु महाराज की जय. गो प्रेमानंदी. हरे കൃഷ്ണ. എന്തെങ്കിലും സംശയങ്ങളോ കമന്റ്സോ വല്ലതും ഷെയർ ചെയ്യാനോ വല്ലതും ഉണ്ടോ?